അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ എത്രാമത്തെ പാഠാണ്? എട്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പട്ടിണിയിലും തളരാതെ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഒരു തണുപ്പ് കാലം. ഇപ്പം നമ്മൾക്ക് മഴക്കാലമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ഒരു രഹസ്യ വിവരം ലഭിച്ചു. എന്താണ്? ഖുറൈശികളും മറ്റു ചില ഗോത്രങ്ങളും ഒരുമിച്ച് സംഘടിച്ച് മദീനയെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ വിവരം. ആരൊക്കെയാ സംഘടിച്ചത്? ഖുറൈശികളും മറ്റു ചില ഗോത്രങ്ങളും സംഘടിച്ച് മദീനയെ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്ന വിവരം കിട്ടി. മദീനയിലെ യഹൂദികളുടെ പ്രേരണ കാരണമായിരുന്നു ഇത്. അവർ 10,000 പേരുണ്ട്. എത്ര പേരാണുള്ളത്? 10,000 പേരുണ്ട്. മദീനയിലെ യഹൂദികളുടെ പ്രേരണ കാരണമായിരുന്നു ഇങ്ങനെ സംഘടിക്കാൻ തീരുമാനിച്ചത്. മദീനയിൽ ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുകൊണ്ടാണ് ജൂതന്മാരും ഇവരോടൊപ്പം ചേരുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മദീന കരാറിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ മദീന കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉള്ളടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, സംരക്ഷിക്കണം, മദീന നിവാസികൾ തമ്മിൽ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ ഒരു ആക്രമണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ചു കൂട്ടി കൂടിയാലോചന നടത്തി. ശത്രുക്കൾ ഒരിക്കലും മദീനയിൽ പ്രവേശിക്കാൻ പാടില്ല. അതിനുള്ള വഴിയെക്കുറിച്ച് ചർച്ച ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും. എവിടെ പ്രവേശിക്കാൻ പാടില്ല? മദീനയിൽ. പേർഷ്യക്കാർ ചെയ്യാറുള്ള പോലെ വലിയ കിടങ്ങ് കുഴിച്ച് ശത്രുക്കൾ മദീനയിൽ പ്രവേശിക്കുന്നത് തടയാമെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പേർഷ്യക്കാർ ചെയ്യാറുണ്ടായിരുന്നു എന്ത്? വലിയ കിടങ്ങ് കുഴിച്ച് ശത്രുക്കൾ മദീനയിൽ പ്രവേശിക്കുന്നത് തടയാമെന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞത്? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ അറബികൾക്ക് പരിചയമില്ലാത്ത ഈ യുദ്ധരീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമായി. മദീനയുടെ വടക്ക് ഭാഗത്ത് കിടങ്ങ് കുഴിക്കാൻ ഉത്തരവിട്ടു. എല്ലാവരും ചേർന്ന് കിടങ്ങ് കുഴിക്കാൻ ആരംഭിച്ചു. 3000 പേരുണ്ടായിരുന്നു അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ കൂടെ പണിയെടുത്തു. തണുത്ത കാലാവസ്ഥയും ഭക്ഷണക്ഷാമവും ഉണ്ടായിരുന്നിട്ടും സഹാബികൾ പിൻവാങ്ങിയില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ആരോടൊപ്പം ഇത് കുഴിക്കാൻ വേണ്ടി തയ്യാറായി. പിന്നെ വിശപ്പ് കാരണം വയറിന്മേൽ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും കിടങ്ങ് കുഴിച്ചത്. അത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് ആര്? നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശപ്പ് കാരണം, വിശപ്പ് സഹിക്കാൻ പറ്റായിട്ട് വയറ് വേദനിച്ചിട്ട് വയറിനെ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ആര് പണിയെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടങ്ങ് കണ്ട് ശത്രുക്കൾ അമ്പരന്നു. പലതവണ ശ്രമിച്ചെങ്കിലും അവർക്കത് മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല. അതോടെ പരസ്പരം അമ്പെയ്ത് യുദ്ധം നടന്നു. ശത്രുക്കൾ 15 ദിവസം മദീനയെ ഉപരോധിച്ചു. ദുരിതം കൂടി. അങ്ങനെ അവർ പിൻവാങ്ങിയില്ല. ശത്രുക്കൾ കിടങ്ങ് കണ്ട് അമ്പരന്നെങ്കിലും അവരെന്ത് ചെയ്യാൻ തയ്യാറായില്ല? പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അവർ എന്ത് വെച്ച് യുദ്ധം നടത്തി? പരസ്പരം അമ്പെയ്തിട്ട് യുദ്ധം നടത്തി. അങ്ങനെ
15 ദിവസം മദീനയെ ഉപരോധിക്കുകയും ചെയ്തു. ദുരിതം കൂടുകയും ചെയ്തു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുവരും പിന്നെ എന്തായിട്ടാണുള്ളത്? പട്ടിണിയിലാണുള്ളത്. അതിൻ്റെ കൂടെ ഒന്നുകൂടി ദുരിതമാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർക്കെതിരെ ദുആ ചെയ്തു, ശത്രുക്കൾക്കെതിരെ. അങ്ങനെ ശക്തമായ കൊടുങ്കാറ്റ് അടിച്ചു. അവരുടെ കുടിലുകൾ തകർന്നു, അവരുടെ ഐക്യവും തകർന്നു. പേടിച്ച് അവർ പിന്തിരിഞ്ഞ് ഓടി. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആ യുദ്ധത്തിൽ സഹായിച്ചത്. കൊടുങ്കാറ്റ് അടിപ്പിച്ചു, അവരുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കുകയും ചെയ്തു. ഹിജ്റ 5-ാം വർഷം നടന്ന ഈ പോരാട്ടം ഹന്തക്, കിടങ്ങ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഹിജ്റ 5-ാം വർഷം നടന്ന ഈ പോരാട്ടത്തിന് ഹന്തക് യുദ്ധം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ നമ്മൾ 3 യുദ്ധം പഠിച്ചു: ഉഹദ് യുദ്ധം, ബദർ യുദ്ധം, ഹന്തക് യുദ്ധം. ഉഹദ് യുദ്ധം, ബദർ യുദ്ധം കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹന്തക്കിലെ പാഠങ്ങൾ എന്തൊക്കെയാണ്? വിശപ്പും ക്ഷീണവും ഉണ്ടായിട്ടും ഈമാനോടെ ഉറച്ചു നിന്നു. രണ്ടാമത്തേത്, പ്രധാന കാര്യത്തിൽ കൂടിയാലോചന നടത്തി. നമ്മൾ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ കൂടിയാലോചന നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പല അഭിപ്രായങ്ങളും വരും, അല്ലേ? അപ്പോൾ അതിൽ നല്ല അഭിപ്രായങ്ങൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കൂടിയാലോചനയുടെ ഗുണം. മൂന്നാമത്തേത്, പരസ്പരം സഹകരിച്ച് കിടങ്ങ് കുഴിച്ചു. നാലാമത്തേത്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് വിജയം. അപ്പോൾ ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലും പിന്നെ ഹന്തക് യുദ്ധത്തിലും ആർക്കാണ് വിജയം? മുസ്ലിങ്ങൾക്ക് തന്നെയാണ് വിജയം ഉണ്ടായത്. അപ്പോൾ ഉഹദ് യുദ്ധവും ബദർ യുദ്ധം, ഹന്തക് യുദ്ധം 3 നന്നായിട്ട് പഠിക്കുക. അതൊരു 3 പട്ടികയാക്കിയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഉഹദ് യുദ്ധത്തിൻ്റെയും ബദർ യുദ്ധത്തിൻ്റെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കണം. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ഉത്തരം എഴുതാനാണ്. കിടങ്ങ് കുഴിക്കാമെന്ന് പറഞ്ഞ സ്വഹാബി ആരായിരുന്നു? കിഴങ്ങ് കുഴിക്കാമെന്ന് പറഞ്ഞ സഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹയായിരുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹ. പിന്നെ ശത്രു സൈന്യത്തിൻ്റെ എണ്ണം എത്രയായിരുന്നു? ശത്രുക്കൾ എത്ര പേരുണ്ടായിരുന്നു? ശത്രുക്കൾ 10,000 പേര് ഉണ്ടായിരുന്നു, അല്ലേ? മദീനയിലെ യഹൂദികളുടെ പ്രേരണ കാരണമായിരുന്നു അവർ 10,000 പേര് ഉണ്ടായിരുന്നു. അതിൽ ഖുറൈശികളും മറ്റു ചില ഗോത്രക്കാരും ഒരുമിച്ച് ഉള്ളത് കൊണ്ടാണ് 10,000 പേര് ഉണ്ടായത്. പിന്നെ ആരാണ് കരാർ ലംഘിച്ചത്? മദീന കരാർ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മദീന കരാർ ലംഘിച്ചത് ആരായിരുന്നു? ജൂതന്മാരായിരുന്നു ആ കരാറ് ലംഘിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനായിരുന്നു കിടങ്ങ് കുഴിച്ചത്? ശത്രുക്കളെ നേരിടാൻ വേണ്ടിയിട്ട്. അറബികൾക്ക് പരിചയമില്ലാത്ത ഈ യുദ്ധരീതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമായി. അങ്ങനെ കിടങ്ങ് കുഴിക്കാൻ ആരംഭിച്ചു. അവർ മദീനയിൽ പ്രവേശിക്കാതിരിക്കാനും പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കിടങ്ങ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ചർച്ച ചെയ്യാനാണ്. എണ്ണം കൂടുതലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ശത്രുക്കൾ പിന്തിരിഞ്ഞോടേണ്ടി വന്നത്? ഹന്തക്കിലെ പാഠങ്ങൾ നമ്മെ നിത്യജീവിതത്തിൽ എങ്ങനെ ഫലം ചെയ്യും? ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്.